നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേ ഭാരത് മിഷന്റെ വിമാനം വൈകിയത് യാത്രക്കാരെ കൂടുതൽ പ്രയാസത്തിലാക്കി. അബുദാബിയിൽ നിന്ന് വൈകിട്ട് 5:50 തിരുവനന്തപുരത്തേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരാണ് ഇത്തരത്തിൽ ദുരിതത്തിലായത്. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി 5 മണിക്കൂർ മുമ്പ് ഉച്ചയ്ക്ക് 1 വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് നൽകിയ ശേഷമാണ് വൈകുമെന്ന് അറിയിച്ചത്. രാത്രി 9:50 പോകുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ്. പിന്നീട് വീണ്ടും നീട്ടി രാത്രി 11:20 പോകുമെന്ന് അറിയിച്ചു. ഇത്രയും നേരം എയർപോർട്ടിൽ തങ്ങുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി അടുത്തുള്ളവർ താമസ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. ദൂരെ നിന്നെത്തിയ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വന്നു. സ്ത്രീകളും കുട്ടികളും രോഗികളുമാണ് ഏറെ പ്രതിസന്ധിയിലായത്. ഇതേസമയം സാങ്കേതിക തകരാറ് മൂലം വിമാനം യഥാസമയം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടാനായില്ലെന്നും മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ നാട്ടിലെത്തിക്കുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്തതായും പറഞ്ഞു. അതോടൊപ്പം തന്നെ UAE നിന്നുള്ള എല്ലാ ചാർട്ടേഡ് വിമാനങ്ങൾ ഇനി മുതൽ അനുമതി നൽകില്ല എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രവാസികൾ. വന്ദേ ഭാരത് മിഷൻ വഴി സർവീസ് നടത്തിവരുന്ന എയർ ഇന്ത്യ വിമാനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ഖ്യാതി ആദ്യം മുതൽക്കേ തന്നെ ഉയർന്നിരുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഏറെ സഹായമായി തീർന്നത് ചാർട്ടേഡ് വിമാനങ്ങളാണ്. എന്നാൽ ചാർട്ടേഡ് വിമാനങ്ങൾ മൂലം വന്ദേ ഭാരതിൽ തിരക്ക് കുറയുന്നതിനാൽ തന്നെ ഒത്തിരി വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെടേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ UAE നിന്നുള്ള ചാർട്ടേഡ് വിമാനങ്ങൾക്കുള്ള അനുമതി റദ്ദാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടിലെത്താനിരിക്കുന്ന പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.